ഒരു സാധാരണ പൗരൻ എന്ന നിലക്ക് വോട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്, അതായത് പ്രതിപക്ഷത്തിൽ എന്താ തന്ത്രി പരിശുദ്ധനാണ് എന്ന ഒരു ഉറപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല. അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നു, ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് ഒഫൻസാണ്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം SIT എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആധാര ലംഘനത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. പറയുകയാണ് ഇദ്ദേഹത്തെ പോലെ പരിശുദ്ധനായ ഒരാൾ നമുക്ക് എന്താ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ നമുക്ക് തെളിവുള്ളത്. തന്ത്രി ഒന്നും ചെയ്തിട്ടില്ല, പരിശുദ്ധനായിട്ട് ഇത് തട്ടിപ്പൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം വളരെ പരിശുദ്ധനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, കണ്ണാടി കൂട്ടിനകത്ത് ഇത്തരം സംഗതികളാണെന്നും ബന്ധപ്പെടാതെ ഇരിക്കുകയായിരുന്നു. എന്താ നമുക്ക് ഉറപ്പ്? ആ ഉറപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ലോ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്ത സംഭവം തികച്ചും സംശയാസ്പദമാണ്.